ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നലെ നടന്ന LDC കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ പരീക്ഷയുടെ ഒരു ജസ്റ്റ് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു അനാലിസിസും കട്ട് ഓഫ് വരാൻ എത്ര ചാൻസ് ഉണ്ടെന്നുള്ളതും, അതായത് എത്ര മാർക്ക് ഒരു ആവറേജ് വിദ്യാർത്ഥികൾക്ക് കിട്ടുമെന്നുള്ളതും, അതുപോലെ തന്നെ മുൻ വർഷത്തെ ഈ LDC കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ മുൻ വർഷത്തെ കട്ട് ഓഫ് എത്ര ആണെന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ പരീക്ഷയെ പറ്റിയാണ്. താരതമ്യേന നമ്മുടെ 5 ഘട്ടങ്ങളിൽ നടന്ന LDC എക്സാമിൽ വെച്ച് ഇന്നലത്തെ പരീക്ഷ വളരെ എളുപ്പമായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു ഇന്നലത്തെ പരീക്ഷ. അതായത് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നലത്തെ. എല്ലാം ഡയറക്റ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നലത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. കറണ്ട് അഫെയർ പാർട്ടൊക്കെയാണ് മുഴുവൻ മാർക്കും സുഖമായിട്ടൊരു ആവറേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഇന്നലത്തെ പരീക്ഷയിൽ കറണ്ട് അഫെയർ ടോപ്പിക്കുന്ന മാർക്കെല്ലാം സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഇതിനു മുമ്പേ നടന്ന ഘട്ടങ്ങളിലുള്ള LDC എക്സാംസിലൊക്കെ കറണ്ട് അഫെയർ 1-2 ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനൊക്കെ പാടുള്ളതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ കറണ്ട് അഫെയർ ഫുൾ മാർക്ക് നമുക്ക് സൂപ്പറായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ മലയാളം വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു മലയാളത്തിൻ്റെ വന്നത്. ബേസ് ക്വസ്റ്റ്യൻസ് ആണ് മലയാളത്തിൽ നിന്ന് വന്നത്. പിന്നെ ഇംഗ്ലീഷ് കുറച്ചൊരു പാട് വന്നെങ്കിലും, അതായത് ഗ്രാമർ പാർട്ടിൽ പക്ഷേ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണുമ്പോൾ ചെറിയൊരു രീതിയിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ടഫ്നെസ് തോന്നുന്നെങ്കിലും ഇംഗ്ലീഷും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമായിരുന്നു. പിന്നെ വൊക്കാബുലറി ഉള്ളൂ കുറച്ച് ഒന്ന് പ്രയാസപ്പെടുത്തിയത്. പിന്നെ മാത്സും വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു മാത്സിൻ്റെ വന്നത്. ബേസ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പിന്നെ നമുക്ക് GK പാർട്ടാണ് വരുന്നത്. GK പാർട്ടിൽ ഞാൻ ഓൾറെഡി കറണ്ട് അഫെയറിൻ്റെ കാര്യം പറഞ്ഞു. കറണ്ട് അഫെയർ വളരെ സിമ്പിളായിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഡയറക്റ്റ് കറണ്ട് അഫെയർസ് ആണ് എല്ലാം ചോദിച്ചത്. പിന്നെ GK ആണ്. GKയിലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ 1-2 വട്ടമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് GK പാർട്ടിൽ നിന്ന് വന്നിരുന്നത്. അതായത് നമ്മൾ ഹരിത വിപ്ലവമായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടൊക്കെ ബേസ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പം അതൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കൊരു ഏകദേശം ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുമ്പം, അതായത് നമുക്കൊരു ആവറേജ് വിദ്യാർത്ഥികളുടെ 70-ന് മേളിലൊക്കെ സ്കോർ ചെയ്യാൻ നല്ല രീതിയിൽ സുഖമായിട്ട് പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഓൾറെഡി നമുക്കറിയാം എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളാണ്. അപ്പോൾ മാക്സിമം മാർക്ക് എനിക്ക് സ്കോർ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് കറപ്പിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം വരും. എനിക്കറിയാവുന്ന കുറച്ച് കൂട്ടുകാർ അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും എക്സാമിലെ ടെൻഷൻ കാരണം മാറ്റി കുത്തിയിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു 60-ന് മുകളിലൊക്കെ എന്തായാലും നല്ല രീതിയിൽ പഠിക്കുന്നത്, അതായത് ആവറേജ് സ്റ്റുഡൻറ്റ് 60 മുകളിൽ എന്തായാലും ഇന്നലത്തെ പരീക്ഷയ്ക്ക് നേടിയിട്ടുണ്ട്. പിന്നെ അത് 70-ന് മേളിലൊക്കെ നേടിയിട്ടുള്ളവർ കാണും. അതാൽ ഞാനൊരു ആവറേജ് വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞത്. 60-ന് മുകളിലൊക്കെ നേടിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഈ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം കോട്ടയമായിക്കോട്ടെ കോഴിക്കോടായിക്കോട്ടെ ഈ 2 ജില്ലകളും താരതമ്യേന നല്ല രീതിയിൽ കട്ട് ഓഫ് കൂടുന്ന ജില്ലകളാണ്. നമ്മുടെ ബാക്കിയുള്ള ജില്ലകളെ പോലെയല്ല, അതായത് പത്തനംതിട്ട പോലെയുള്ള ജില്ലകളെ പോലെയല്ല കോട്ടയം കോഴിക്കോടും ഒക്കെ നല്ല രീതിയിൽ കട്ട് ഓഫ് കൂടുന്ന ജില്ലകളാണ്. അത് നിങ്ങൾ ആ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ഞാൻ പറയാം. കഴിഞ്ഞ വട്ടത്തെ LDC കോട്ടയം കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് 54.67 ആണ്. കോട്ടയത്തിൻ്റെ 54.67 ആയിരുന്നു കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ്. കഴിഞ്ഞ വട്ടത്തെ മെയിൻ ലിസ്റ്റിലുള്ള ഉൾപ്പെട്ടവരുടെ എണ്ണം 845 പേര്. കോട്ടയം 54.67 കട്ട് ഓഫ്, 845 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് 54.33 987 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ നിങ്ങളൊരു ഐഡിയ മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ വട്ടത്തെ, അതായത് 2021 LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല രീതിയിൽ ടഫ്നെസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു LDC 2021. ഇന്നലത്തെ നോക്കുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് റേഞ്ച് നോക്കുമ്പോൾ എത്രയാണ്? 54 വന്നത്. 54 പോയിൻറ്റ് സംതിങ് ആണ് കോട്ടയവും കോഴിക്കോടും വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു റേഞ്ചാണ് കഴിഞ്ഞ വട്ടത്തെ LDC എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പം ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം കൂടെ ആകുമ്പം കട്ട് ഓഫ് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എന്തായാലും 60-ന് മേളിലൊക്കെ കട്ട് ഓഫ് പോകാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കണം. പിന്നെ 60-ന് മേളിലൊക്കെ മാർക്ക് മേടിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ വളരെ സേഫായിട്ടിരിക്കാം. എന്തായാലും 60-ന് മുകളിലാണ് കട്ട് ഓഫ് പോകാൻ ചാൻസ് വളരെ കൂടുതൽ. പിന്നെ കട്ട് ഓഫ് കുറയട്ടെ, മാക്സിമം ആളുകൾ ഷോർട്ട് ലിസ്റ്റ് വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥന. കട്ട് ഓഫ് കുറയട്ടെ എന്നാണ്. പിന്നെ നമ്മൾ യാഥാർത്ഥ്യത്തോടെ നോക്കുമ്പം 60-ന് മുകളിലൊക്കെ കട്ട് ഓഫ് കൂടാൻ ചാൻസ് കൂടുതലുണ്ട് ഈ 2 ജില്ലകളിലും. കാരണം ക്വസ്റ്റ്യൻ അത്രയും സിമ്പിളായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ കോട്ടയം ജില്ലയിലൊക്കെ നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, കോട്ടയം കോഴിക്കോടൊക്കെ. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോഴും അവരും പറയുന്നൊരു മാർക്ക് റേഞ്ച് 60-നും 70-നും ഇടയ്ക്കൊക്കെയാണ് അവരും മാർക്ക് റേഞ്ച് പറയുന്നത്. അവരുടെ നമുക്ക് കുറച്ച് കൂട്ടുകാരോട് നമ്മൾ തിരക്കിയിരുന്നു. പോള് നമ്മൾ ഇട്ടില്ല, കുറച്ച് തിരക്ക് കാരണം നമ്മൾ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നെന്തായാലും നമ്മളൊരു പോൾ ഇടുന്നതാണ്. കോട്ടയം കോഴിക്കോട് ജില്ലകളുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ അപ്പം 60-നൊക്കെ മാർക്ക് മേടിച്ചവർ കുറച്ച് സേഫായിട്ടിരിക്കാമെന്നൊക്കെ നമുക്ക് പറയാം.
60 മാർക്ക് മേടിച്ചവരൊക്കെ കുറച്ച് സേഫ് ആയിരിക്കും. എന്തായാലും കട്ട് ഓഫ് കൂടാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മാർക്ക് കുറഞ്ഞ കൂട്ടുകാരോട് പറയാനുള്ളത്, ഇനി നമ്മൾ സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ LGS വരുന്നുണ്ട്, നല്ലൊരു ചാൻസാണ്. LGS വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം അടുത്ത CPO വരുന്നുണ്ട്, പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വരുന്നുണ്ട്, പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്, ഇനി നിരവധി എക്സാംസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി ബേസ് ലെവലിൽ പഠിച്ചിട്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ബേസ് ലെവലെല്ലാം നമ്മുടെ ഓൾറെഡി കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കുവാണ്. ആ ഒരു ബേസ് ലെവൽ നമ്മൾ കളയാതിരിക്കുക. അടുത്ത എക്സാംസിന് ഇതേ വർജിത ഊർജ്ജത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലിസ്റ്റിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരുന്നതാണ്. അടുത്ത എക്സാമിൽ മെയിൻ ലിസ്റ്റ് ആദ്യം ഒരു 100 തന്നെ നിങ്ങൾ വരുന്നതാണ് അടുത്തൊരു എക്സാംസിൽ. അപ്പം ഈ ഒരു വർദ്ധിത ഊർജ്ജത്തോടെ പഠിക്കാൻ ശ്രമിക്കുക അടുത്ത എക്സാംസിന് വേണ്ടി. ഇനിയും നിരവധി എക്സാംസ് ഇനി ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ മുടക്കരുത്. അത് തന്നെയാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്. പിന്നെ ഇനി LGS ഒക്കെ എഴുതാനുള്ള കൂട്ടുകാരുണ്ടല്ലോ, LGS അടുത്ത LDC ഒക്കെ എഴുതാനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരും. ടെലഗ്രാം ചാനലിൽ മാക്സിമം നിങ്ങളൊന്ന് ജോയിൻ ചെയ്യണം. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോട്ട്സ്, അതുപോലെ തന്നെ പോൾസ്, അതുപോലെ തന്നെ PSCയുമായിട്ട് ബന്ധപ്പെട്ട അപ് ടു ഡേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരും. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നലത്തെ പരീക്ഷ എഴുതിയ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഡിസ്ട്രിക്ട് സഹിതം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. എത്ര മാർക്ക് ലഭിച്ചു, ഇത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നലത്തെ എക്സാമിൻ്റെ അഭിപ്രായങ്ങളോട് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. എന്തെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം ID യിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ. പുതിയൊരു ക്ലാസ്സുമായിട്ടും പുതിയൊരു വീഡിയോയുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.